എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നിരുമ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് എക്സ്പെക്റ്റഡ് നമ്മൾ പറയുന്നത് 5 മണി ടു 7 മണി തന്നെയാണ് എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. കേരള യൂണിവേഴ്സിറ്റി, അതായത് കേരള സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം FYUG CAP 2024 എന്ന് കാണും. അതായത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസർ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് FYUG CAP എന്നൊരു 2024 എന്ന ലിങ്ക് കാണും. FYUG CAP 2024 അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും. കാരണം 4th അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും എന്ത് ചെയ്യേണ്ടി വരും? പെർമനൻ്റ് അഡ്മിഷൻ തന്നെ എടുക്കേണ്ടി വരും. ഇനി 4th അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴേക്കോ ലഭിച്ചവർക്ക് ടെമ്പററി ആയിട്ട് എടുക്കാം. ഇനി 4th അലോട്ട്മെൻറ്റ് ഇല്ല, ഡയറക്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് മാറ്റത്തിന് പറ്റൂ. അതായത് 4th അലോട്ട്മെൻറ്റ് ഇല്ലാതെ ഡയറക്റ്റ് സപ്ലിമെൻ്ററിക്കാണ് പോകുന്നതെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് അഡ്മിഷൻ നടക്കുക. അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പ്രീമിയർ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.